പരസ്പരം പോരടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാവാം സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമവും അതുപോലെ തന്നെ ഞങ്ങൾ ന്യൂക്ലിയർ ആണ് മറക്കണ്ട എന്നുള്ള താക്കീതും. പക്ഷെ അണുവായുധത്തെ പോലെ തന്നെ ജലയുദ്ധം നടത്താൻ കെൽപ്പുള്ള ഒന്നായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നതെന്ന് മറന്നു പോകുന്നതുകൊണ്ടാവാം പാകിസ്ഥാനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യ. ചെനാബ് നദിയിലെ സലാൽ എന്ന അണക്കെട്ട് ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന സിന്ധു നദീജല കരാർ വന്നതിന് ശേഷം നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ ഡാമാണിത്. വെള്ളം തുറന്നു വിട്ടില്ലെങ്കിൽ ചോരപ്പുഴ ഒഴുകും എന്ന് പറഞ്ഞതിന് ഉറി ഡാം ഒന്ന് തുറന്നു കൊടുത്തു. അത്യാവശ്യത്തിനുള്ള വെള്ളം ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഗിൽഹാർ ഡാമും സലാൽ ഡാമും ഇന്ത്യ 2 ദിവസം മുന്നേ ഫുൾ ഷട്ടർ അടച്ചിരുന്നു. പാകിസ്ഥാനിലുള്ളവർക്ക് വറ്റിയ നദിയിലൂടെ ക്രോസ് ചെയ്യാനുള്ള വഴിയൊരുക്കിയിരുന്നു 2 ദിവസം മുമ്പ്. പക്ഷെ ഇപ്പോൾ ഈ സലാൽ ഡാം തുറന്നതോടെ പ്രളയത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും അവിടെ വഴിയൊരുക്കുന്നതാണ്. ഷട്ടർ ഇതേ അവസ്ഥയിൽ അധികം നേരം തുറന്നിരുന്നാൽ പ്രളയം ഉറപ്പാണ്. ഇതേ ഡാം പണി തീർത്ത സമയത്ത് തന്നെ ഇത് ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ഒരു ഫ്ലഡ് റിസ്ക് കൊടുക്കാൻ പറ്റുന്ന ഡാമാണെന്ന് പാകിസ്ഥാൻ അന്ന് വാദം ഉന്നയിച്ചിരുന്നു. അങ്ങനെ 1976 ഇന്ത്യ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഡാമിന്റെ വലിപ്പം കൂട്ടി പാകിസ്ഥാന് ഇളവുകൾ നൽകിയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാശ്മീരിൽ മഴ കൂടി, ഡാം തുറന്നു, മുന്നറിയിപ്പുകളൊന്നും കൊടുത്തിട്ടില്ല. എത്രത്തോളം വെള്ളം തുറന്നു വിടുമെന്നുള്ള വിവരങ്ങളില്ല. കിട്ടുന്നതെല്ലാം അനുഭവിച്ച് തീർത്തേ പറ്റൂ. പക്ഷെ സാരമില്ല, കർഷകർക്ക് എന്ത് നാശനഷ്ടം വന്നാലും ഒരു തീവ്രവാദി ക്യാമ്പ് പോലും ഫ്ലഡിൽ പെടരുതേ എന്നാണ് പാക് പ്രാർത്ഥന.